സോ എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് ടു ഔറംഗാബാദ് വഴിയിലാണുള്ളത്. ഓൺ ദ വേ. സമയം ഇപ്പോൾ 5:30 മണി, 5:50. ഞങ്ങൾ അജന്ത എല്ലോറ കേവ്സ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അതായത് എവിടെയാണ് അജന്ത എല്ലോറ കേവ്സ് ഉള്ളത്? യെസ്, ഔറംഗാബാദ്. കാറിൽ ദിവേഷിൻ്റെ വീട്ടിൽ നിന്ന് ആ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു ദിവേഷിൻ്റെ വീട്. അവിടെ ഞങ്ങൾ ഇറങ്ങി. അവർ ഉറക്കത്തിലായതുകൊണ്ട് അവർ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ നിന്നും ഔറംഗാബാദിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുവാണ്. എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ഒരു 535 കിലോമീറ്റർ സംതിങ് ആണ് കാണിച്ചിരുന്നത്. 9 മണിക്കൂർ as soon as possible എത്താൻ നമുക്ക് നോക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് ഫുൾ റോഡിലായിരിക്കും. ഹൈഡ്രേറ്റ്, ഫുഡ് കഴിക്കുക, ഡ്രൈവ് ചെയ്യുക, അവിടെ എത്തുക. യെസ്, നമ്മൾ രാവിലെ തന്നെ ഡീസൽ അടിക്കാൻ കയറി. ഇവിടെ ഡീസലിന്റെ റേറ്റ് 95 രൂപ 65 പൈസ. നമ്മൾ 2500 രൂപയ്ക്ക് ഡീസൽ എടുത്തുള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ ഹൈദരാബാദ് ടൗണിൽ നിന്ന് മുംബൈ ഹൈദരാബാദ് എക്സ്പ്രസ് വേ, ദാറ്റ് ഈസ് NH65 കയറിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡയറക്റ്റ് 19 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ച്. നമുക്ക് ഇതിൽ വരുന്ന വഴിക്ക് ചായ കുടിക്കായിരുന്നു അല്ലേ? ഇനി ഒറ്റ റോഡായിരിക്കില്ല, ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. റോഡാണെങ്കിൽ 4 വരി അടിപൊളി റോഡാണ്. 4 വരി റോഡാണ്. ആക്ച്വലി നമ്മുടെ നാട്ടിലാണ്, അതായത് ഇന്ത്യയിലാണ് ഇങ്ങനത്തെ റോഡുകൾ എന്നൊക്കെ പറയണത്. ആക്ച്വലി ഔട്ട് ഓഫ് നാഗ്പൂർ ഹൈവേയിലായിരുന്നു. അപ്പോൾ നമുക്ക് അത് NH65 ആയിരുന്നു. ഇനിയാണ് നമുക്ക് മുംബൈ റൂട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് NH65 എക്സിറ്റ് എടുത്ത് ലെഫ്റ്റ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ മുംബൈ ഹൈവേക്ക് കണക്ട് ചെയ്യും. നമ്മളിതാ ടോള്, രണ്ടാമത്തെ ടോള് കയറി മുംബൈ ഹൈവേക്ക്. രാവിലെ തന്നെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ചായ ഒരു എനർജി ഡ്രിങ്ക്, റിഫ്രഷിംഗ് എനർജി ഡ്രിങ്ക് ആണ് ചായ. നമ്മളങ്ങനെ NH65 നമ്മൾ എക്സിറ്റ് എടുത്തിട്ട് ഇപ്പൊ NH161 കയറിയിരിക്കുകയാണ്. ഹൈദരാബാദ് ഇൻഡോർ ഇക്കോണമിക് കോറിഡോർ. ഞാനൊരു 15 കിലോമീറ്റർ മൈലേജ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ആവറേജ് നമുക്കൊരു 17-18 അടുത്ത് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഈ റോഡ് രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പവർ ലൈൻസ് പോകണ്ട, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മള് ചൗത്താർ നല്ല റോഡാണ്, ഒഴിഞ്ഞ റോഡാണ്. നൈസായിട്ട് പോകാം. ആക്ച്വലി ഇങ്ങനത്തെ റോഡുകളാണ് നമുക്ക് കേരളത്തിൽ വേണ്ടത്. നമ്മുടെ മറ്റേ ഫുൾ റോഡ് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും അല്ലേ? റോഡ് വന്നാൽ ഏതാണ്ട് ഇതേപോലെ ഉണ്ടായിരിക്കും. ഇവിടെ സ്പീഡ് ലിമിറ്റ് മാപ്പിൽ കാണിക്കുന്ന 70 ബോർഡിൽ 80 കാണിക്കുന്നുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് ഇപ്പൊ നമുക്ക് പറയുന്നില്ല. വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പീപ്പടിക്കുന്നുണ്ട്. നല്ല കിടിലൻ റോഡാണ്. പുതിയ ഡ്രൈവർ കയറിയിട്ടുണ്ട്, പ്രോ ഡ്രൈവർ.
സ്മെല്ല് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. പ്രോ ഡ്രൈവർ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. കേറി ഉടനെ തന്നെ 80-ലാണ് പറപ്പിക്കുന്നത്. 80-ലും 100-ലേക്കാണ് പറപ്പിക്കുന്നത്. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാലി റോഡാണ്. ഇതിലും നല്ല റോഡ് ഇനി സ്വപ്നങ്ങളിൽ മാത്രം. കുറച്ചുകൂടി ആക്സിഡന്റ് കൊടുക്കും. പ്രോ ഡ്രൈവർ കുറച്ച് സ്പീഡ് പോവാം. നമുക്കൊരു ആവറേജ് ഒരു 70 സ്പീഡാണ് വേണ്ടത്. നോക്കി ഇതില് കറക്റ്റ് സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആരുമില്ലാത്ത എക്സ്പ്രസ് വേയിൽ കൂടെ സ്റ്റിയറിംഗ് ഇപ്പൊ പറന്നു പോകുന്ന പറഞ്ഞൊരു മുറുക്കെ പിടിച്ചു ഓടിക്കുന്നുണ്ട് മിസ്റ്റർ സൂര്യ PS. ആദ്യമായിട്ടൊന്നല്ല കേട്ടോ, 5000 രൂപ കൊടുത്ത് ഡ്രൈവിംഗ് പഠിച്ച ആളാണ് ഈ ഓടിക്കുന്നത്. 18-ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്ത ആളാണ്. ഹൗ ഡു യു ഫീൽ? I'm feeling so afraid. You relax and drive, okay? There is no issues. ആരില്ലാത്ത ഒഴിഞ്ഞ റോഡാണ്. പറന്നാ പോകുന്നത്, 80-ലൊക്കെ പോകുന്നത്. അതെ, നമുക്ക് ഈ വണ്ടി ഒന്നാമത് നമുക്ക് 100-120 നമുക്ക് അത്ര വലിയ സ്പീഡൊന്നും അറിയുന്നില്ല, ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട്. നല്ല അടിപൊളി റോഡ്. ഫുൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കേരളം മാത്രമൊന്നല്ല പ്രകൃതി രമണീയമായി. ശരിയാണ് കേട്ടോ, കേരളം മാത്രം നമ്മൾ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതാണ് ഇവിടെയും. നമ്മൾ ഇന്നലെ വന്ന വഴിയാണെങ്കിലും ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടാണെങ്കിലും അടിപൊളിയാണ്. ഇവിടെയൊക്കെ ഇവിടുത്തെ സൂപ്പർ റോഡാണ്. സൂപ്പർ റോഡ് മാത്രമല്ല, 4 പുറം നോക്കി ഫുള്ള് കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ കിടിലൻ റോഡിന്റെ എൻഡ് വന്നു. ആ സൈഡിലൊക്കെ ഫുള്ള് ടോൾ ഗേറ്റ്. മഹാരാഷ്ട്ര കയറിണ്ടാവും, അറിയില്ല കേട്ടോ. ഇവിടെ എവിടെയും ബോർഡൊന്നും വെച്ചിട്ടില്ല. ഇത് മുഴുവൻ കണ്ടിട്ട് നെൽകൃഷി പോലെ തന്നെ ഉണ്ട്. എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. ധർമാരൻ ടോൾ പാസ് ആണ് കാണുന്നത്. ധർമ്മരം ടോൾ പാസ്. വെരി ഗുഡ്. നമ്മുടെ ഹൈദരാബാദ് ഔറംഗാബാദ് ഹൈവേയില് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് വളരെ കുറവാണ്. അധികവും നല്ല ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഞങ്ങൾ കുറവാണ്. നമ്മൾ 2 ഇഡ്ഡലി പറഞ്ഞു, സൂര്യ ഒരു ഇഡ്ഡലി പറഞ്ഞു. നല്ല ഫുഡാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത സ്ഥലമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം വരുമ്പോൾ. ഇതിനെന്താ പേര് പറഞ്ഞത്? മൈസൂർ ബോണ്ട. മൈസൂർ ബോണ്ട. ഇത് മൈദയാണെന്നാണ് പറഞ്ഞത്. കാണിച്ചു തരാം. കൊള്ളാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈസൂർ ബോണ്ട. ഇത് ഇവരിങ്ങനെ അടിച്ച് പരത്തിയിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് തരും. കൊള്ളാം. മൈദയാണ് സാധനം ആക്ച്വലി, പക്ഷെ ടേസ്റ്റ് കണ്ടു. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ സാധനം എന്ന് പറയുന്നത് അപ്പ ബജിയാണ്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് തോന്നുന്നുണ്ട്. അപ്പ ബജി. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരുന്നില്ല. നമ്മുടെ പൈപ്പാടൊക്കെ പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. കോമഡി എന്താണെന്ന് വെച്ചാൽ ആകെ ബ്രേക്ക്ഫാസ്റ്റിന് 60 രൂപയാണ്. 3 ഇഡലി, ഒരു 2 വടയല്ല, അത് അവരുടെ ഒരു സ്പെഷ്യൽ മൈസൂർ ബോണ്ട എന്ന് പറയുന്ന സാധനം. എല്ലാം കൂടി ആയതൊരു 60 റുപ്പീസ്. എല്ലാം പെർ പീസ് 10 റുപ്പീസാണ്. പക്ഷെ ഫുഡ് നല്ലതായിരുന്നു. അവിടെ നല്ലൊരു ചട്നി, ഇവിടുത്തെ സ്പെഷ്യൽ ചട്നി ഉണ്ടായിരുന്നു. ഒരു ഗാർലിക് ജിഞ്ചർ ചട്നി. നമ്മൾ മഹാരാഷ്ട്ര തെലങ്കാന ബോർഡർ ക്രോസ് ചെയ്തു. നമ്മുടെ ഈ ട്രിപ്പിലെ എത്രാമത്തെ സ്റ്റേറ്റ്? കേരള, കർണാടക, കേരള, തമിഴ്നാടുണ്ട്. കേരള, തമിഴ്നാട്, കർണാടക,
ആന്ധ്രയിൽ കൂടെ നമ്മൾ തെലുങ്കാന, എന്നല്ല ഹൈദരാബാദിൽ നിന്ന് ഇനി നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറി. നമ്മുടെ ഡയറക്റ്റ് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, 6ാമത്തെ സ്റ്റേറ്റ്. 6ാമത്തെ സ്റ്റേറ്റിൽ നമ്മൾ വണ്ടി ഓടിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല റോഡൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് മാറിയ സമയത്ത് ഇനി സിംഗിൾ റോഡാണ് കാണുന്നത്. ഇനി കുറച്ചിങ്ങോട്ട് ഇന്നത്തെ റോഡാണെന്നാണ് നമ്മൾ അവിടെ ചായ പിടിക്കാൻ നിർത്തിയപ്പോൾ അവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞത്. നോക്കാം. RTO ചെക്ക് പോസ്റ്റ് കം ടോളാണ് തോന്നുന്നത്. ഇവിടുത്തെ ടോൾ എന്ന് പറയുന്നത് ആ കാണുന്നത് വേ ബ്രിഡ്ജ് ആണ്. ലോറിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട് തന്നെ അവിടുത്തെ ടോള് വരിക. നമുക്ക് ഇവിടെ ടോള് ഇല്ല എന്നാണ് തോന്നുന്നത്. ഫുള്ള് ലോറി ട്രാഫിക്കാണ്. 2 ലോറികൾ വേറെ ലോറി പിടിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ ഒഫീഷ്യലി മഹാരാഷ്ട്രയിൽ കയറി. ഗ്രാമല്ല ഇത് നമ്മള് ആക്ച്വലി റോഡിൽ കൂടെയാണ് പോകുന്നത്, NH കൂടെയാണ് പോകുന്നത്. പക്ഷെ നമുക്കത് എത്രയോ ദൂരം വരെ പ്രത്യേകിച്ച് ബിൽഡിങ്സ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ഫുൾ കൃഷി അല്ലെങ്കിൽ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലം. ഫുള്ള് 2 സൈഡും അങ്ങനെയാണ്. അവിടുത്തെ ആൾക്കാര് എല്ലാവരും ധോത്തി താറെടുക്കാം. പക്ക ഗ്രാമമാണ് കേട്ടോ. നമ്മള് നന്ദേഡ് ടോളിൽ കയറിയിരിക്കുകയാണ്. നന്ദേഡ് നമ്മള് ഹൈദരാബാദ് ടു ഔറംഗാബാദ് പോകുമ്പോ ഉള്ളൊരു മെയിൻ ജംഗ്ഷനാണ്, മെയിൻ സിറ്റിയാണ്. നമ്മളിപ്പോ നന്ദേഡ് എത്താറായി. ഇവിടുത്തെ ഓട്ടോ പ്രത്യേക തരം കൂടി അല്ലേ, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഷെയർ ടാക്സി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പ്രത്യേക തരം കൂടി. അപ്പൊ ഞങ്ങള് റൂട്ട് നോക്കിയായിരുന്നു. അപ്പൊ നാമേഡിന്ന് ഔറംഗാബാദ് പോവാൻ ഒരു 3 വഴി കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വഴിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഡീസൽ അടിക്കാൻ കയറിയപ്പോൾ അവരോട് ചോദിക്കായിരുന്നു, ഒന്ന് റൈറ്റ് ഒന്ന് ലെഫ്റ്റ്. പിന്നെ ലെഫ്റ്റിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ജലിനെ കൂടി ഒന്ന് ജലിനെ ടച്ച് ചെയ്യാതെ, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയിട്ടിരിക്കായിരുന്നു. നമ്മളിപ്പോ നന്ദേഡ് തന്നെയാണുള്ളത്. ഏത് വഴി പോകുന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ പോകുമ്പോൾ എന്താണ് ഗോദാവരി റിവർ. ഇതാണ് ഇവിടുത്തെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. അല്ല, ഇവിടുത്തെ ഒരു വലിയ റിവറാണ് ഗോദാവരി. നാമേഡ് നല്ല വീതിയുള്ള റിവർ അല്ലേ, നല്ല പാലം ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഉണ്ട്. ഈ ഗ്രാമത്തിന്റെ അകത്തേക്ക് ഈ റിവറിന്റെ സൈഡിൽ ഒരുപാട് ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നന്ദേദിൽ നിന്നുള്ള റൂട്ട് ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നന്ദേദിൽ നിന്ന് ഔറംഗാബാദ് എത്താനായിട്ട് 3 ഓപ്ഷൻസ് ആയിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഒന്ന് ഓൺലി ത്രൂ ഹൈവേ, പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റൻസ് കൂടുതലാണ്. വേറെ 2 വേറെ ഓപ്ഷൻസ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി 1-2 പേരത്തൊക്കെ ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഫൈനലി ഗോയിങ് ടു പർബാനി, പിന്നെ പർബാനി ടു ജൽന, ജൽന ടു ഔറംഗാബാദ്. ChatGPT എനിക്ക് ഈ ഓപ്ഷൻ തന്നെയായിരുന്നു കുറച്ചു മുന്നേ തന്നിരുന്നത്. അപ്പൊ റോഡ് കണ്ടീഷൻ നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സീ. സോ നമ്മൾ NH61 കൂടെ നന്ദേദ് അങ്ങനെ പറയുന്നു. ലെറ്റ്സ് സീ. മറ്റേ ലോങ് റൂട്ടിൽ ഒരുപാട് ടോൾ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് വിത്ത് ഗുഡ് റോഡ്, ലെസർ കിലോമീറ്റേഴ്സ് ആൻഡ് ലെസ് ടോൾസ്. No tolls. We don't know if it's no tolls or less tolls. മറ്റൊരു ഗ്രാമമാണ് ബസ്മത്. കാരാഖാന റോഡ്, ബസ്മത്. ഇതെന്താ വെച്ചാൽ NH വരുന്നുണ്ട്, പിന്നെ ചെറിയൊരു ഗ്രാമം വരും, പിന്നെ ഒരു NH, പിന്നെ ഒരു ഗ്രാമം, അങ്ങനെ അങ്ങനെ ഗ്രാമങ്ങൾ കണക്ട് ചെയ്യുന്ന NH ആണ് അല്ലേ. നല്ല ചൂടാണ് തോന്നുന്നത്, നല്ല വെയിലുണ്ട്. അത്ര നല്ല റോഡൊന്നല്ല, കുഴപ്പമില്ല, പോയി നോക്കാം.
കുറച്ച് ഡ്രൈവിങ് കണക്കാണ് ഇവിടുത്തെ ആൾക്കാര്. കേരളത്തിലെ പോലെ ഒക്കെ സാധാരണക്കാരല്ലേ അധികം. വീടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കാണാം. വീടുകളൊക്കെ സാധാരണ ചെറിയ ചെറിയ വീടുകള്. പിന്നെ ഫുൾ എല്ലാവരും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്നറിയോ, ട്രാക്ടറുകളില് കൊറേ ബ്രാൻഡ്, കൊറേ ഷോറൂമുകൾ കണ്ടു. പർബാണി ഷഹർ മഹാനഗരപാലിക. അങ്ങനെ നമ്മൾ പർബാണി എത്തി. ഇവിടെ റെസ്റ്റോറൻറ്റ്, ഇവിടെ റെസ്റ്റോറൻറ്റ് ആണ് റൈസ് ആയിട്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങള്. ഹോട്ടൽ ഓപ്ഷൻസ് ഷോറും ആണ്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര ശോകമാണ്. ഒരുവിധ റെസ്റ്റോറൻറ്റിലെല്ലാം നല്ല ബാഡ് റിവ്യൂസ് ആണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. എപ്പോഴാണ് വെയിലത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത്. ഇതാണ് റോഡ്. ചെറിയ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ റോഡ് പോലത്തെ റോഡാണ്. ഇവിടെ ഹോട്ടൽ ടെംപ്ടേഷൻ യോവച്ചാണ്. നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ബാഡ് റിവ്യൂസ് ആണ് ഗൂഗിളിലൊക്കെ. കണ്ടതിൽ തമ്മിൽ ഭേദം എന്ന് തോന്നുന്നതിലാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ ലഞ്ച് കഴിച്ച് ഇറങ്ങി. ഫുഡ് ഇവിടെ ഒന്നാമത് ഫുഡ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമ്മള് കണ്ടിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് കയറിയതാണ്. ഫുഡ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, കഴിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു വെജ് കറിയും ചപ്പാത്തി ഗാർലിക് അതെ. ഫുഡ് അങ്ങനെ ടേസ്റ്റ് എന്ന് പറയാനുള്ളതൊന്നുമില്ല. കൈ എന്താ പറയാ, ഫുള്ള് കളറാ. പക്ഷേ മോശം പറയാനില്ല. അത്ര വൃത്തിയിട്ട ഫുഡ്, കഴിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റ്ലെസ് ഫുഡൊന്നും അല്ല. ഓക്കെ. അപ്പൊ നമ്മളിനി ഇവിടുന്ന് റൂട്ട് പറ. ഇവിടുന്ന് നമ്മള് ജൽന പോന്നു. ജൽനയിൽ നമ്മള് നേരെ ഔറംഗാബാദ്. എത്ര മണിക്കൂറാ? 3 hours. ഓക്കെ. ഓൾമോസ്റ്റ് 150 kilometers. പിന്നെ ഔറംഗാബാദ് പോയിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പർബാണിയിലത്തെ റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു ടൗൺ ആണ്. നമ്മളങ്ങനെ അവിടെ നിന്നാണ് വന്ന റോഡാണ് കുർബാനി റോഡ്. കുർബാനിന്ന് വന്ന റോഡാണ്. പർബാനിന്ന് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്തു. ഈ കാണുന്ന റോഡാണ് ജൽനയ്ക്ക് പോകുന്നത്. ജൽന പോയിട്ട് അവിടെ നിന്ന് ഔറംഗാബാദ് പോകും. നമ്മൾ ആക്ച്വലി ചെറിയൊരു നടു നിർത്താൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പം അതിൻ്റെ സൈഡിൽ ഇവിടെ നമ്മൾ കുറേ നേരമായിട്ട് ഈ ചെടികൾ കാണുന്നുണ്ട്. ഇത് എന്ത് ചെടിയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വെച്ചു. നോക്കാം, എന്തായിരിക്കും ഇത്? രണ്ട് കളർ പൂതിൽ കാണുന്നുണ്ട്. ഇത് കോട്ടൺ ആണ് എന്നുള്ളതാണ് എൻ്റെ അതിശക്തമായ സംശയം. അതിലൊരു കായ കണ്ട ഫുള്ളുണ്ട് കേട്ടോ. ഫുള്ള് ഈ തോട്ടാണ്. നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം കണ്ടു. ഓക്കെ, അപ്പം ഇനി നമുക്ക് പോകാം. കോട്ടനാണെന്ന് തന്നെയാണ് എൻ്റെയും ബലമായ സംശയം. ചോദിക്കാൻ ആരുമില്ല. ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കാം. How do you feel driving in unknown road? അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ റോഡുകളിൽ ഓടിച്ചിട്ട് കുറെ കാലമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതാണ്ട്. അല്ല, ഇത് നല്ല റോഡാണ്. ഇത്ര നേരം ഇത് കോൺക്രീറ്റ് റോഡാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്. ഇത്ര നേരം വന്ന് ഫുൾ ബമ്പി റോഡായിരുന്നു. അത് കുറച്ച് സ്പീഡ് പോകാനല്ല, നമ്മുടെ സമയം കൈ പിടിച്ച് പോകുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്ര കൊള്ളാം. ഡ്രൈവ് ചെയ്യണത് ഇഷ്ടമാണ്. നല്ലതല്ലേ? പുറത്ത് നോക്കിയാൽ കാണാം ഫുള്ള് കൃഷി. നമ്മളിപ്പോ രാവിലെ തൊട്ട് ഒരു
400 കിലോമീറ്റേഴ്സോളൊക്കെ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ രണ്ട് സൈഡും വലിയതായിട്ട് ബിൽഡിങ്സ് ഒന്നുമില്ല, രണ്ട് സൈഡും വെറും കൃഷി മാത്രം. പിന്നെ നമ്മൾ ഒരുപാട് മറ്റേ ആട്, പശു, പോത്ത്, അങ്ങനെ എല്ലാരും കൃഷിക്കാരാണ്. ട്രാൻസ്പോർട്ട് ആണ് തോന്നുന്നു ഈ മഹേന്ദ്രയുടെ മാർഷലിന്റെ പഴയ വണ്ടികള്. ഇവിടെ കൊറേ കണ്ടു. നമുക്ക് ആക്ച്വലി വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല. അപ്പൊ നിറയെ ഉണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ബസ് സർവീസുകൾ അങ്ങനെ കുറവാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ നിറയെ. എല്ലാം ലോക്കൽ ഗ്രാമങ്ങളിലേക്കൊക്കെ ട്രിപ്പ് അടിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജ് കാണാനുണ്ട്. ഇവര് DMIC ബ്രിഡ്ജാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇത് ഫുള്ള്. ആ സൈഡ് ആണെങ്കിൽ കാണുന്നുണ്ട്. അവിടെ ഫുള്ള് ഇൻഡസ്ട്രീസ് ആണ്. ഇവിടെ ഫുള്ള് ഈ സൈഡ് ഫുൾ ഇൻഡസ്ട്രീസ്. ഇവിടെ ഹ്യോസങ്ങിന്റെ ഒക്കെ അത് കാണിക്കുന്നുണ്ട്. ഹ്യോസങ് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ആണോ ജർമ്മനാണോ കറക്റ്റ് അറിയില്ല. സോറി, കാറല്ല, ബൈക്ക്, സൂപ്പർ ബൈക്കിന്റെ സൂപ്പർ ബൈക്ക് മാനുഫാക്ചർ. നമുക്ക് താഴെ ഇറങ്ങുമ്പോൾ ഈ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അടിപൊളിയുണ്ട് അല്ലേ? ഫുൾ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിന്റെ ഫ്രണ്ട് അവിടെ ഫ്രണ്ടിലൊരു മല. എല്ലാ താഴ്വാരങ്ങൾ ഫുൾ ഇൻഡസ്ട്രീസ്. ഇത്രയും നേരം ഇത്ര നല്ല ബിൽഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൃഷി മാത്രം, കൃഷിയുടെ നടുവിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഐനോക്സ് ആയിരിക്കില്ലേ? നിറയെ ചിമ്മിനീസ് ആണ്. വെൽക്കം ടു ഷേന്ദ്ര ഇൻഡസ്ട്രിയൽ സിറ്റി. ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളാണ്. പക്ഷെ ഇവിടുത്തെ ബൈക്കും ലോറിയും കാരണം വെരി വെരി ഡേഞ്ചറസ്. കാരണം എന്താ വെച്ചാല് ബൈക്കുകാർ ഇങ്ങനെ പോകുന്ന നോക്കണ്ട, ഇവര് രണ്ടുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അതുകൊണ്ട് ഒരു അന്തമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. രണ്ട് ബൈക്കുകാര് ഇപ്പൊ ഈ പോകുന്നുണ്ടോ അതേപോലെയാണ് ഇവര് കഥയൊക്കെ പറഞ്ഞിട്ടാണ് കൊറേ നേരം പോവാ. നമ്മൾ ഓണടിച്ചാലും അവര് മാറില്ല, എന്ത് ചെയ്താലും മാറില്ല. അതിന്റെ കൂടെ ലോറികളും. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര റിസ്ക്കിയാണ്. എങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ തട്ടിക്കുടഞ്ഞ് ലോറി അടിക്കാൻ പോകും, അല്ലെങ്കിൽ എന്തായാലും തട്ടി വീഴും. അതുകൊണ്ട് ഇത് ഭയങ്കര റിസ്ക്കി ആയിട്ടാണ് ഇവര് പോകുന്നത്. ഒരാൾ പോലും ഹെൽമെറ്റ് ഇല്ല, അതാണ് കോമഡി. ഔറംഗാബാദ് എത്താറായി. സമയം ഇപ്പോ 6:15 ഒരു 5-10 മിനിറ്റിലെത്തില്ലേ? എത്തുമായിരിക്കും. നമ്മളിത് ഔറംഗാബാദ് സിറ്റി എത്തി. ഇതവിടെ സിറ്റിയിലൊരു ബ്രിഡ്ജിന് മുകളിൽ കയറിയപ്പോ ചുറ്റും മലയാണ്. ഫുൾ ആ സൈഡ് തൊട്ട് ഈ സൈഡ്. ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നൊന്നുമില്ല. അപ്പുറത്തുണ്ടായിരുന്നു ഔറംഗാബാദ് സിറ്റി സെന്റർ. അവിടെ ആയിരുന്നു മറ്റേ റെയിൽവേ സ്റ്റേഷൻ. കാണുന്നുണ്ട്, അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതന്നെയാണ് സിറ്റി സെന്റർ. നമ്മൾ കയറാൻ പോകുന്നത്. സമയം 6:30. ഔറംഗാബാദ് കറക്റ്റ് 12 മണിക്കൂർ അല്ലേ? ഇറ്റ്സ് എ ഗുഡ് ടൈമിംഗ് ആക്ച്വലി, ഇൻക്ലൂഡിങ് ഓൾ ദി ബ്രേക്സ്. 12 മണിക്കൂർ. നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൺഫ്യൂഷനൊക്കെ ആയിട്ട് പോയി. ഔറംഗാബാദിന്റെ ട്രാഫിക്കിലൂടെ റൂമുകൾ അന്വേഷിച്ച് നടക്കൊണ്ടിരിക്കുകയാണ്. 1-2 റൂംസ് പോയി നോക്കി, പക്ഷെ അത്ര വൃത്തി പോരാ. ഒരെണ്ണം ഓക്കെയാണ്, പക്ഷെ അതത്ര റേറ്റ് പോരാ. അതുകൊണ്ട് നമ്മൾ വേറെ റൂം നോക്കാൻ വേണ്ടി വന്നിരിക്കുക. സിഗ്നലിലാണ് ഇപ്പോൾ ഉള്ളത്. ഔറംഗാബാദും അത്യാവശ്യം നല്ല സിറ്റിയാണ്.
ഔറംഗാബാദിലെത്തി. ഇതാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന റൂം. അപ്പോൾ ഔറംഗാബാദിൻ്റെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.